ഹായ് ഫ്രണ്ട്സ്, മിഷൻ പി എസ് സിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോളജി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്കതിൻ്റെ പാർട്ട് 3 നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്? വെള്ള രക്താണുക്കളുടെ ഫങ്ഷൻ എന്നാണ് ചോദ്യം. ഉത്തരം, ടു പ്രൊഡ്യൂസ് ആൻറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിൻ്റെ ധർമ്മം. Which is the function of white blood corpuscles to produce antitoxin. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെറ്റൽ കണ്ടെയ്ൻഡ് ഇൻ ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം, അയൺ ആണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അയൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ് ഈസ് ഇൻ ദ സെൽ. സെല്ലിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സ്ഥലം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം, റൈബോസോമാണ്. സെല്ലിലെ റൈബോസോമിൽ വെച്ചാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ദ വാൾ ഓഫ് പ്ലാന്റ് സെൽ ഈസ് മെയ്ഡ് ഓഫ്. പ്ലാന്റ് സെല്ലിൻ്റെ വാള് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം, സെല്ലുലോസ് ആണ്. പ്ലാന്റ് സെല്ലിൻ്റെ അതിർത്തി അല്ലെങ്കിൽ അതിൻ്റെ മതിൽ എന്ന് പറയും. സസ്യകോശത്തിൻ്റെ വാള് അല്ലെങ്കിൽ മതിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം, സെല്ലുലോസ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്മാളസ്റ്റ് ലിവിങ് സെൽ ദാറ്റ് ഓഫ്. ഏറ്റവും ചെറിയ ലിവിങ് സെല്ല് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം, മൈക്കോപ്ലാസ്മയാണ്. സ്മോളസ്റ്റ് ലിവിങ് സെൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കോപ്ലാസ്മ. അടുത്ത ക്വസ്റ്റ്യൻ, ദ സീറ്റ് ഓഫ് മെമ്മറി ഇൻ ഹ്യൂമൻ ബ്രെയിൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ. മനുഷ്യൻ്റെ തലച്ചോറിൽ മെമ്മറിയുമായി ബന്ധപ്പെട്ടത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മനുഷ്യൻ്റെ തലച്ചോറിൽ മെമ്മറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സെറിബ്രത്തിലാണ്. അപ്പം മെമ്മറിയുമായി റിലേറ്റ് ചെയ്ത ബ്രെയിനിൻ്റെ ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സെറിബ്രമാണ്. സെറിബ്രം. അടുത്ത ക്വസ്റ്റ്യൻ, സൈറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ് ഈസ് ഇൻ സെൽ. സെല്ലിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് റൈബോസോമിൽ വെച്ചാണ്. വെച്ചാണ്. സോറിയാസിസ് ഡിസീസ് ഈസ് എവിഡൻറ്റ് ഇൻ. സോറിയാസിസ് ഡിസീസ് ബാധിക്കുന്നത് എവിടെയാണ്? സ്കിന്നിലാണ് സോറിയാസിസ് ഡിസീസ് ബാധിക്കുന്നത്. എവിടെയാണ്? സ്കിന്നിലാണ് സോറിയാസിസ് ഡിസീസ് ബാധിക്കുന്നത്. ദ ഓർഗൻ ദാറ്റ് റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യ ശരീരത്തിലെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ശരീരഭാഗമാണ് സ്കിൻ. മനുഷ്യ ശരീരത്തിലെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ശരീരഭാഗമാണ് സ്കിൻ. എക്സ്റ്റേണൽ ഇയർ ഡ്രംസ് ഈസ് ഹിയറിംഗ് ഓർഗൻ അസോസിയേറ്റഡ് വിത്ത്. എക്സ്റ്റേണൽ ഇയർ ഡ്രം, അതായത് ഒരു ഹിയറിംഗ് ഓർഗനാണ്. അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രോഗുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എക്സ്റ്റേണൽ ഇയർ ഡ്രമ്മിൻ്റെ ആകൃതി ഫ്രോഗിൻ്റെ ആകൃതിയാണ് എന്നാണ് ഇവിടെ ചോദ്യം. എക്സ്റ്റേണൽ ഇയർ ഡ്രം ഈസ് ഹിയറിംഗ് ഓർഗൻ അസോസിയേറ്റഡ് വിത്ത് ഫ്രോഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെൻറ്റർ ഓഫ് അപ്പിറ്റേറ്റ്. വിശപ്പിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. വിശപ്പിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൈപ്പോതലാമസ് ആണ്. വാട്ട് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ബൈ ദ ഡോക്ടേഴ്സ് ടു ഹിയർ ദ സൗണ്ട് ഓഫ് ദ ഹെർട്ട് ആൻഡ് ലങ്സ്? ഹെർട്ടിൻ്റെയും ലങ്സിൻ്റെയും സൗണ്ട് കേൾക്കുന്നതിന് വേണ്ടി ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഹെർട്ടിൻ്റെയും ലങ്സിൻ്റെയും ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, പെപ്സിൻ ഈസ് ആൻ എൻസൈം ഹെൽപ്ഡ് ഇൻ ദ ഡൈജഷൻ ഓഫ്. ഹെൽപ്പിൻ എന്ന എൻസൈം എന്തിൻ്റെ ഡൈജഷനെയാണ് സഹായിക്കുന്നത്? പ്രോട്ടീനിൻ്റെ ഡൈജഷനെ സഹായിക്കുന്ന എൻസൈമാണ് പെപ്സിൻ. പ്രോട്ടീൻ്റെ ഡൈജഷനെ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമാണ് പെപ്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിഡ്രോവൽ ഓഫ് പ്രോട്ടോപ്ലാസം ഫ്രം ദ സെൽ വാൾ ഈസ് ഡ്യൂ ടു ദ എസ്മോസിസ് ഈസ് സെഡ് ടു ബി. അതായത് വിഡ്രോവൽ ഓഫ് പ്രോട്ടോപ്ലാസം വിഡ്രോവൽ ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ പുറത്ത് വരുന്നു ഫ്രം ദ സെല്ലിൽ നിന്ന് ഡ്യൂ ടു ദ എക്സ്മോസിസ് ഈ സെഡ് ടു ബി. അതായത് ട്രാൻസ്പെറൻസി കാരണം സെല്ലിലെ പ്രോട്ടോപ്ലാസം പുറത്തു വരുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്നത്. അതായത് സുതാര്യത കാരണം സെല്ലിലെ പ്രോട്ടോപ്ലാസം പുറത്തു വരുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്ലാസ്മോസിസ് എന്ന് പറയുന്നത്. The most abundant constituent of cell has a unique structure. Most abundant constituent of cell. സെല്ലിലെ മോസ്റ്റ് അബണ്ടൻ്റ് ആയ കോൺസ്റ്റുവൻ്റ് ഇതിന് യുണീക്ക് സ്ട്രക്ചർ ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് കാർബോഹൈഡ്രേറ്റ്. സെല്ലിലെ അബണ്ടൻ്റ് ആയ കോൺസ്റ്റുവൻറ്റിന് എന്തിന് യുണീക്ക് സ്ട്രക്ചർ ആയിരിക്കും.
അതിന് പറയുന്ന പേരാണ് കാർബോഹൈഡ്രേറ്റ്. The physical basis of life is related to protoplasm. Physical basis of life is related to എന്തുമായി? protoplasm. Choose a water soluble vitamin. വാട്ടർ സോലുബിൾ വിറ്റമിൻ ഏതെന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ സി വൈറ്റമിൻ സി ആണ് വാട്ടർ സോലുബിൾ വിറ്റമിൻ. കാരണം എ, ഡി, ഇ, കെ ഫാറ്റ് സോലുബിളും ബിയും സിയും വാട്ടർ സോലുബിളുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഡിസ്കവേർഡ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ ഹ്യൂമൻ ബോഡി? സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ ഹ്യൂമൻ ബോഡി കണ്ടുപിടിച്ച ആരാണ്? വില്യം ഹാർവേ ആണ്. ആരാണ്? വില്യം ഹാർവേ. അടുത്ത ക്വസ്റ്റ്യൻ, മെഡുല്ല ഒബ്ലാങ്കട്ട ഈസ് കണക്റ്റഡ് വിത്ത് ദ കൺട്രോൾ ഓഫ്. മെഡുല്ല ഒബ്ലാങ്കട്ട താഴെ പറയുന്ന എന്തിൻ്റെ കൺട്രോളുമായിട്ടാണ് കണക്ട് ചെയ്യിക്കുന്നത്? ഉത്തരം ഹെർട്ട് ബീറ്റ്. അതായത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവയവങ്ങളുടെ പ്രവർത്തനം കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലാങ്കട്ടയാണ്. എക്സാമ്പിൾ ശ്വാസോച്ഛ്വാസം, ഹെർട്ട് ബീറ്റ്, തുമ്മൽ, ഇതിൻ്റെയൊക്കെ കൺട്രോൾ ആർക്കാണ്? മെഡുല്ല ഒബ്ലാങ്കട്ടയ്ക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മെഡുല്ല ഒബ്ലാങ്കട്ട ഈസ് എ പാർട്ട് ഓഫ്. മെഡുല്ല ഒബ്ലാങ്കട്ട എന്തിൻ്റെ പാർട്ടാണ്? നമുക്കറിയാം ബ്രെയിനിൻ്റെ പാർട്ടാണ്. നെക്സ്റ്റ്, ദ ആക്റ്റീവ് സെൽ ഡിവിഷൻ ഇൻ എ പ്ലാന്റ് ഈസ് ഫൗണ്ട് ഇൻ. ഒരു പ്ലാന്റിലെ സെൽ ഡിവിഷൻ നടക്കുന്നത് എവിടെ വെച്ച് എന്നാണ് ചോദ്യം. ഉത്തരം ടിപ്സ് ഓഫ് ദ റൂട്ട് ആൻഡ് ഷൂട്ട്. ടിപ്സ് ഓഫ് ദ റൂട്ട് ആൻഡ് ഷൂട്ട് വെച്ചിട്ടാണ് പ്ലാന്റിൽ സെൽ ഡിവിഷൻ നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡീഓക്സിജനേഷൻ ഓഫ് HB ടേക്ക് പ്ലേസ് ഇൻ. ഡീഓക്സിജനേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ടേക്ക് പ്ലേസ് ചെയ്യുന്ന എവിടെ വെച്ചാണ്? ടിഷ്യൂസിൽ വെച്ചാണ് നടക്കുന്നത്. ഡീഓക്സിജനേഷൻ ഓഫ് HB ടേക്ക് പ്ലേസ് ഇൻ ടിഷ്യൂസ്. സ്റ്റെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ദ ഹ്യൂമൻ ഓർഗൻ ഓഫ്. സ്റ്റെൻറ്റ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് ഹൃദയത്തിലാണ്. സ്റ്റെൻറ്റ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് ശരീരത്തിലെ ഹൃദയത്തിനാണ്. റെഡ് ബ്ലഡ് സെൽസ് ഓൺലി അപ് ടു 20 ഡേയ്സ്. റെഡ് ചുവപ്പ് രക്താണുക്കളുടെ ആയുസ് 120 ദിവസമാണ്. ചുവപ്പ് രക്താണുക്കളുടെ ആയുസ് 120 ദിവസമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് നോൺ ആസ്. ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ് കീമറ്റോളജി. സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് നോൺ ആസ് കീമറ്റോളജി. അടുത്ത ക്വസ്റ്റ്യൻ, ദ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ് പ്രസൻറ്റ് ഇൻ ദ സ്റ്റൊമച്ച് ഈസ് കാൾഡ്. പാർഷ്യലി പകുതി ദഹിച്ച ഫുഡ്, വയറ്റിലുള്ള പകുതി ദഹിച്ച ഫുഡിനെ പറയുന്ന പേരാണ് സൈം എന്നാണ് പറയുന്നത്. CHYME, സൈം എന്നാണ് പറയുന്നത്. പാർഷ്യലി ദഹിച്ച ഫുഡിനെ സൈം എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹ്യൂമൻ ഓർഗൻ സെവർലി അഫക്റ്റഡ് ഡ്യൂ ടു ദ ആൽക്കഹോൾ കൺസപ്ഷൻ. നമ്മൾ സ്ഥിരമായി ആൽക്കഹോൾ ഉപയോഗിച്ചാൽ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ലിവറിനെയാണ് ബാധിക്കുന്നത്. ആൽക്കഹോൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് ലിവറിനെയാണ്. The infective stage of malaria parasites plasmodium that enter human body is. The infected stage of malaria parasite plasmodium that enter human body is. Answer sporocyte ആണ്. Sporocyte. അടുത്ത ക്വസ്റ്റ്യൻ, which is the most effective test to determine AIDS? എയ്ഡ്സ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള മോസ്റ്റ് എഫക്റ്റീവ് ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. എയ്ഡ്സ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള വളരെ എഫക്റ്റീവായ ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദ വാക്സിൻ യൂസ്ഡ് ഇൻ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പയിന് ഏത് രീതിയിലുള്ള വാക്സിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഓറൽ പോളിയോ വാക്സിനാണത്. ഓറൽ പോളിയോ വാക്സിനാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ വാക്സിൻ എന്ന് പറയുന്നത്. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ഹ്യൂമൻ ബോഡി. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ലിവറാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ലിവർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡിസീസ് ഈസ് ആൾസോ നോൺ ആസ് ഹാൻസൺസ് ഡിസീസ്. ഹാൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഡിസീസാണ് ലെപ്രസി എന്നറിയപ്പെടുന്നത്. ഹാൻസൺ ഡിസീസ് എന്നറിയപ്പെടുന്ന ഡിസീസാണ് ലെപ്രസി എന്ന് പറയുന്നത്. അടുത്ത കൊളസ്ട്രോൾ ഈസ് എ എന്താണ്? കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ് ചോദ്യം? കൊളസ്ട്രോൾ എന്ത് എന്നാണ് ചോദ്യം. ഓപ്ഷനിൽ എ കൈൻഡ് ഓഫ് ക്ലോറോഫില്ലുണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, ഫാറ്റി ആൽക്കഹോൾ ഉണ്ട്. പക്ഷേ ഇത് മൂന്നുമല്ല. അപ്പോൾ ഉത്തരം നമുക്ക് നൺ ഓഫ് ദീസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. കാരണം കൊളസ്ട്രോൾ ഈസ് എ ഒരു എന്താ പറയാം, ഒരു വാക്സി സബ്സ്റ്റൻസ് ആണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അതിവിടെ ഓപ്ഷനിലില്ല. അപ്പോൾ ഇവിടെ നൺ ഓഫ് ദീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആൻറ്റി റിട്രോവറൽ തെറാപ്പി ഈസ് എംപ്ലോയ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ്. ആൻറ്റി റിട്രോവൽ തെറാപ്പി എന്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്? ഉത്തരം എയ്ഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്
ആൻറ്റി റിട്രോവൽ തെറാപ്പി എന്ന് പറയുന്നത് എന്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്? എയ്ഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദ ഡിസീസ് കാസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് ഹോർമോൺ ഇൻസുലിൻ. ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് ഡയബറ്റീസ് മെലിറ്റസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡ്രഗ് ക്ലോറോമൈസെറ്റിൻ ഈസ് യൂസ്ഡ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ്. ഡ്രഗായ ക്ലോറോമൈസെറ്റിൻ ഈസ് യൂസ്ഡ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് എന്തിനു വേണ്ടി? ടൈഫോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ക്ലോറോമൈസെറ്റിൻ ഉപയോഗിക്കുന്നത്. ക്ലോറോമൈസെറ്റിൻ ഉപയോഗിക്കുന്നത് തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്ലാൻഡ് സെക്രറ്റിയർ. കണ്ണീര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ലാക്രിമൽ ഗ്ലാൻഡാണ്. കണ്ണീര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ് ലാക്രിമൽ ഗ്ലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ടു എയ്ഡ്സ്. എയ്ഡ്സിനെ കണ്ടെത്താനുള്ള ടെസ്റ്റാണ് നമ്മൾ നേരത്തെ വായിച്ചു, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ്. എയ്ഡ്സിനെ കണ്ടെത്താൻ വേണ്ടിയുള്ളത് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ടു ഓർഗൻസ് അല്ലെങ്കിൽ ഗ്ലാൻഡ് ആർ അഫക്റ്റഡ് ബൈ മലേറിയ. മലേറിയ അഫക്റ്റ് ചെയ്യുന്ന ശരീരത്തിലെ രണ്ട് ഭാഗങ്ങളാണ് സ്പ്ലീൻ ആൻഡ് ലിവർ. സ്പ്ലീഹയ്ക്കും കരളിലുമാണ് മലേറിയ ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ രണ്ട് ഭാഗങ്ങൾ, സ്പ്ലീൻ ആൻഡ് ലിവർ.